ഹലോ ഗായ്സ്, നമ്മൾ പിന്നെ വന്നേക്കാണ് നമ്മുടെ NT ഗെയിമിംഗ് ആയിട്ട്. ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ടാകും ഗായ്സ്. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീറ്റ് ഫാമാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം, ക്രിയേറ്റീവ്. ആ ക്രിയേറ്റീവിലായിരിക്കും ഉണ്ടാക്കാൻ. എനിക്ക് ഇനി സാധനങ്ങളൊക്കെ പോയി എടുക്കാം. ഒരു സാധനമില്ല എൻ്റെ കയ്യിൽ. വാട്ടർ ബക്കറ്റ് എടുത്തേ, എനിക്ക് കയ്യിൽ എടുക്കാം, പിന്നെ എടുത്താൽ പോരെ. മതി. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ക്രിയേറ്റീവിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണുക. അപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ ഏത് വേൾഡാണെന്നല്ലാതും. ഓക്കെ, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, പിന്നെ ഇത് വേണം, ഇത് വേണം, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് എടുക്കാം അല്ലേ. ഓക്കെ, മെയിൻ ഐറ്റംസ് എടുക്കാം. ഇതിലാണ് മെയിൻ ഐറ്റംസ്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വീറ്റ് ഫാം അല്ലേ, അപ്പോൾ നമുക്ക് സീഡ്സ് ആണ്. അതിനുശേഷം എന്ന് പറയുന്നത് എവിടെ നിങ്ങൾ സർവൈവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡേറ്റ് എടുത്ത് അറിയാമല്ലോ. തന്നെ ആ സാധനം തന്നെ അത് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ക്രിയേറ്റീവിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ, ആലോചിക്കട്ടെ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ ടാബിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോണിലാണ് കളിക്കണം. എൻ്റെ ടാബിൽ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എവിടെ ഉണ്ടാക്കുമെന്നാണ് കേസ്. ഇത് ഉണ്ടാക്കാനൊരു നല്ല സ്ഥലമില്ല. ഇപ്പോൾ എവിടെ ഉണ്ടാക്കൂ? ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം അല്ലേ. ഇവിടെ ഉണ്ട് സ്ഥലം. അതാണൊരു മിസ്റ്റേക്ക്. ധൈര്യം. ഓക്കെ, ഇത്ര ഉള്ളൂ. ഇനി ഇതൊക്കെ പൊട്ടിച്ചളയണം. വേണ്ട, ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, പാവങ്ങളല്ലേ. ഇട്ടേക്കാം. നമുക്കൊരു 8 ഇത് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാം. 3, 4, 1, 2, 3, 4. ഓക്കെ, 4 ഇത് വെക്കാം. 4 അല്ലേ, 8 എണ്ണം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇവിടെ ആക്കണം അല്ല, ഇവിടെ ആക്കണം. ഓക്കെ, ആൻഡ് ഇതിൽ പോകുന്നു, നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്ത് വെക്കുന്നു, ഇതെടുക്കുന്നു, ഇതടിച്ച് നോക്കുന്നു. ഓക്കെ, സീഡ്സൊക്കെ വന്നുണ്ട്, അതൊക്കെ വേറെ കാര്യം പറയാം. ഓക്കെ, ഇനി ഇത് എന്തോരം നീളം പോകും നോക്കണം. ഇത്രയുമാണ് ഇത് പോവുക. ഓക്കെ, അപ്പം അത് നമുക്ക് പിടിറ്റി. ഓക്കെ, മതി വച്ച്. അവിടെ എൻ്റെ വാട്ടർ ബക്കറ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ വർക്കിങ്ങൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും ഗൈസ്. ഓക്കെ, ഇതെല്ലാവരും ഉണ്ടാക്കാറുള്ള സാധനമാണ്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കണം. ഇത് പണ്ടേ അറിയാമായിരുന്നു, പക്ഷെ എനിക്കെന്താണെന്ന് അറിയില്ല. അപ്പം ഉണ്ടാക്കാൻ തോന്നിയില്ല, ഇപ്പോഴാണ് ഉണ്ടാക്കാൻ തോന്നുന്നത് ഗൈസ്. ഓക്കെ, അല്ല ഗൈസ്, നമ്മളെയാണ് ഈ പൊട്ടിച്ചതൊക്കെ ആക്കണല്ലേ. ഈസി ഇത് ചെയ്യാല്ലേ നമുക്ക്. ഈസി ഇതൊക്കെ ഈസി. അയ്യോ, പറഞ്ഞോലെ അമ്മ വെള്ളം ഒഴിക്കണം. വെള്ളം ഇവിടെ എൻ്റെ വാട്ടർ ബക്കറ്റ് ഇവിടെ അതായിരിക്കും. എടുത്തോടെ കയറ്റിയിട്ട് ഇതടിച്ച് കൊടുക്കുക. ഇപ്പോൾ വെള്ളം വന്നില്ലേ. ഇനി നമുക്ക് ഇവിടെയും കൂടി ഒരു ഇത് വേണം ഗൈസ്, അത് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ സാധനം പിടിച്ച് കളഞ്ഞിട്ട് ഇത് ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ വെള്ളം വന്നില്ലേ. ഇനി നമ്മ ഒരു നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാം മാറിപ്പോണ ഗൈസ്. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നണം ഗൈസ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട ഗൈസ്. ഓക്കെ,
നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് അത് മതി. ഓക്കെ, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ആൻഡ് നമുക്കിതിങ്ങനെ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കാം. ബബം. ഓക്കെ, ആൻഡ് ഇത് ബം ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. ബബം. ഓക്കെ, അങ്ങനെ ആ പണി കഴിഞ്ഞു. ഓക്കെ, അവിടെ നനഞ്ഞു തുടങ്ങി ഇപ്പോഴേ. ഓക്കെ, ഇനി നമുക്ക് അയ്യോ ഇവിടെ പറ്റില്ല. ഇത്രയും ചെയ്തു. ഇനി ഇവിടുത്തെ വെള്ളം ഒഴിക്കാം. അയ്യോ കറക്റ്റല്ല അമ്മ ചെയ്ത് കേട്ടാ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ആൻഡ് ഇനി അപ്പം ഇതാരിയോടാ ഫാ മറന്നു പോയി മച്ചാനെ, അത് ഇവിടെയല്ലേ ചെയ്യുക. അപ്പം ശരിയായി തോന്നണം, അറിയാൻ പാടില്ല. നോക്കാം. ഇതും ഓഫ് ചെയ്തിട്ട് ഇത് അടിച്ചിട്ട് ഓക്കെ, അത് തന്നെ കറക്റ്റ്. ഇനി ഈ സാധനം കളയാ ഇതോടെ വെക്കാം. അതിനായിട്ടാണ് നമ്മൾ ഇതെടുത്തത് കേട്ടാ. കറക്റ്റല്ലേ ചെയ്യണം? അതേല്ലേ, എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നണ്. അറിയില്ല. ഓക്കെ, ഇനി ഇത് മൊത്തം നനയണം. അതിനായിട്ട് അമ്മ ഒരു 2 വാട്ടർ ബക്കറ്റും കൂടി എടുക്കാം. അവിടെ ഇവിടാ എൻ്റെ അടുത്ത് വാ. ഇനി ഇത് കയറ്റി ചെയ്ത് വെക്കാം. ഇതെടുത്ത് വെക്കാം. ഓക്കെ, ഇനി ഇതോടെ വെക്കാം. ബാബാ ഇപ്പോൾ ഇവിടത്തായില്ലേ? ഇല്ല. ഇനി നമ്മ ഇവിടെ നിന്നിട്ട് കുനിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം തന്നെ 7 മിനിറ്റായി ഗൈസ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഇപ്പോൾ കറക്റ്റായില്ലേ? ഓഫ്, മൊത്തം തെറ്റി. ഇത് കളയാം. അവിടെ വെക്കാം. അയ്യോ, അടുത്ത അവിടെ വെക്കാം. ഇപ്പോഴാണ് ശരിയായത്. ഇപ്പം ഇതവിടെ അതായിരിക്കും. മനസ്സിലാണല്ലോ ലൈസ് ഐഡിയ. ഇപ്പോഴല്ലേ പിടിക്കുക, വെറുതെ ലൈസ്. നമ്മൾ ഒന്നും കൂടി ഇവിടെ നിന്നിട്ട് കുഞ്ഞിന്നിട്ട് ഇതെടുത്ത് ഇവിടെ കയറ്റി വെക്കണം ഗൈസ്. എന്നാലല്ലേ വരള്ളൂ അല്ലേ? അതെ, ഇപ്പോഴല്ലേ ആയോ ഇവിടെ? അതൊക്കെ ഞാൻ ആയിക്കോളും ഗൈസ്. ഓക്കെ, നിങ്ങളിത് നോക്കണ്ട, ഞാൻ വേഗം കഴിക്കാൻ നോക്കാം ഗൈസ്. അതന്നെ, പണി കഴിയാൻ നോക്കട്ടെ. സാധനോടുള്ള പ്രശ്നമാണ് ഗൈസ്. കുന്ത്രണ്ട. അയ്യോ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനി അമ്മ ഇവിടെ ഇട്ട് എന്തൊക്കെ ഇത് പൊട്ടിക്കുക, അടിക്കുക, ഇതും പൊട്ടിക്കുക. ഓക്കെ, ഇതും പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക. ഇത് വെക്കാം. ഇവിടെ ഇത് വെക്കാം, ഇവിടെ ഇത് വെക്കാം. എന്നിട്ട് ഇനി കുനിഞ്ഞുള്ള പണിയാണ് ഗൈസ്. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഒരെണ്ണം വെക്കാം. ഇവിടെയുള്ള അത് മാറ്റിയിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ ഒന്നും വെക്കാം. ഇനി കുഞ്ഞിന്നിട്ട് ഇവിടെ ഒന്നും വെക്കാം. ഇനി ഒന്ന് എണീറ്റിക്കാം. എന്നിട്ട് തെറ്റിയില്ലേ? അതെ, തെറ്റിയിട്ടാ. നിങ്ങളാരും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഐ ആം വെരി സോറി ഗൈസ്. നമ്മൾ ചെയ്തത് തെറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതും പൊട്ടിച്ചിട്ട് വെച്ചിട്ട് അയ്യോ പിന്നെയും പോയി. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ദിസ് ഈസ് അനോയിങ്.
അവിടെ 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 ഐ ആം വെരി സോറി ഗൈസ്, വി ആർ നൂബ് ഇൻ ദിസ്. ഓക്കെ, അതുകൊണ്ടല്ലേ നമുക്ക് നെതറൈറ്റൊക്കെ കിട്ടിയ. ഓക്കെ, ഇങ്ങനെ വേണമായിരുന്നു ഗൈസ് വരാൻ, ഇങ്ങനെ വരണം. അപ്പം ഇത് ശരിയായേ? ഇതല്ല ശരിയായല്ലേ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കണ്ടാവുമല്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കളി കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നും ഗൈസ്. ബിക്കോസ് ഐ ആം നോട്ട് പ്രോ. ഇതെങ്ങനെ ഇരിക്കണം? അതേ കിടക്കണം. കുനിഞ്ഞിക്ക. ഓക്കെ, അവിടെ വെക്കാം. ഇനി ഇങ്ങനെ എണീറ്റിക്ക. ഇങ്ങനെ വാ, ഇങ്ങനെ വാ, ഇങ്ങനെ വാ, ഇങ്ങനെക്ക, ഇങ്ങനെ പോവാ. ഇതിൽ കയറണം വെക്കാം. ഇങ്ങനെ എണീറ്റിക്ക, ഇങ്ങനെ പോവാ. ഇവിടെക്ക, ഇവിടെക്ക. ഓക്കെ, ഇപ്പോഴാണ് സെറ്റായത് ഗൈസ് അല്ലേ? അല്ല, ഇപ്പോഴാണ് സെറ്റാകാൻ പോണത്. എന്താ പറയുക, ഇതിപ്പോൾ വെക്കാനും പറ്റില്ല. ഇങ്ങനെ ഇരുന്ന് ഓക്കെ, അതങ്ങനെ വെച്ച്. അപ്പോൾ അത് ഇപ്പം ഇങ്ങനെയാണ് തന്നെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടേ വേണോ? ഭ്രാന്ത് പിടിക്കുന്ന കേസ്. നമുക്കേ ഒരു ഐഡിയ ചെയ്യാം. ഇവിടെ വിടാൻ മതി, ഇത് വേണ്ട. ഇതുണ്ടെങ്കിലാണ് പ്രശ്നം. ഓക്കെ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും കേസ്, അതാണ് പ്രശ്നം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചില്ലേ, അടിയിക്കല്ലേ നിൽക്കണം. അതെ, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് കുഞ്ഞിന്നിട്ട് അയ്യോ ഇവിടെ ഇത് രണ്ടെണ്ണം ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് പൊട്ടിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് സാധനത്തിൻ്റെ പവർ കിട്ടി. എന്തൊരു അത് ഇങ്ങനെ ഉണ്ടൊരിത്. അതേ പിന്നെ ഫാം ലാൻഡ് തന്നെ എടുത്താൽ മതിയായിരുന്നു. വെറുതെ ഡേർട്ട് എടുത്ത് വെച്ചിട്ട് പണി കിട്ടി ഗൈസ്. അയ്യോ ദേ പിന്നെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. സോറി ഗൈസ്, ഐ ആം വെരി സോറി ബോറടിപ്പിച്ചതിന്. അല്ലാണ്ട് തെറ്റിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ. ഇനി അമ്മ ഇത് ഇവിടെ എണീറ്റ് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എണീറ്റിക്കുക. എന്നിട്ട് എടാ അയ്യോ ഇത് ഇങ്ങനെ വെക്കാം, ഇത് ഇങ്ങനെ വെക്കാം. ഓക്കേ, ഇപ്പം എത്ര മിനിറ്റ് ആയി പോലും കാണിക്കുന്നില്ല. എന്തായാലും ആവട്ടെ. അങ്ങനെ മച്ചാനെ അത് തീർന്നിരിക്കുന്നു. ഇനിയൊക്കെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാം. കത്തും ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മുടെ പണി കഴിയാനായി അല്ലേ? കഴിഞ്ഞാനായി ഗൈസ്. ഓക്കെ, അങ്ങനെ എന്താ ഇത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. വെള്ളം ഇങ്ങനെ വരും, ഇങ്ങനെ വയ്ക്കുക, വെള്ളം ഓഫും ആവും. ഓക്കെ, അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഇതിലൊക്കെ വെള്ളം വെക്കാൻ മാത്രമേ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് ആ പണി അങ്ങോട്ട് വേഗം കഴിക്കാം. ഈ സാധനം എടുത്ത് കളയാം, ഇനി ആവശ്യമില്ല. വെള്ളം വാട്ടർ ബക്കറ്റ് ഇതിലല്ലേ?
ആവശ്യത്തിലത് കൊടുത്തേക്കാം. ആവശ്യത്തിലത് കഴിക്കൂല അല്ലേ? ഇതിലുണ്ട്, ഇതിലില്ല. ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതിലില്ല, ഇതിൽ ഇല്ല. പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു വാട്ടർ ബക്കറ്റ്. കറക്റ്റാണ് എടുത്തത്. പറക്കുക, ഇതെടുത്ത് ഇവിടെ വെക്കുക. ഇനി ഇത് വളരാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ. ഹൈ, കളയാൻ പാടില്ല. ഇത് എന്തൊരു കഷ്ടമുണ്ട്. ഇത് ഭയങ്കര പാടായി പോയിട്ടപ്പാ. ഇങ്ങനെ ഇപ്പം നമ്മൾ സീഡ്സ് മാത്രമാണ് വെക്കണം കേട്ടാ. നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാമ. അല്ലാണ്ട് ഇനി ഇത് വളരാനൊന്നും നിൽക്കണില്ല. ഓക്കെ, ചിലതൊക്കെ വളരണുണ്ട്. വളരണത് വളരട്ടെ ഈ വെക്കണ സാധനം കൊണ്ട്. വളരാത്തത് വളരണ്ട, അത്ര മതി. ഓക്കെ, ഇപ്പം ഇത്രയൊക്കെ ആയില്ലേ? വെയിലും ഉണ്ട് നല്ല. അമ്മ ഇതിലൊക്കെ വെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് വെള്ളം ഉണ്ടാവും, അപ്പോൾ വളരും. അതിൽ ഫുള്ള് വളർന്നു കഴിഞ്ഞാൽ അമ്മ ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ച് ആക്കി കഴിഞ്ഞാൽ അതെ എല്ലാം അങ്ങോട്ട് ഒഴുകി നേരെ ഹോപ്പറേക്ക് വീഴും. ചെറുതൊക്കെ ഇവിടെ ഇപ്പം ഉണ്ടാവും. അപ്പോൾ ആ ഹോപ്പറേക്ക് വീഴുതല്ല. പിന്നെ അമ്മ ഇവിടെ ഇങ്ങനെ ഒരു കുഴി ഒഴിച്ച്, ഇങ്ങനെ ഒരു കുഴി ഒഴിച്ച്, ഇങ്ങനെ ഒരു വഴി വെച്ച്, ഇങ്ങനെ കുഴിച്ച്, ഇങ്ങനെ ആക്കി ഇതും പൊട്ടിച്ച് കളഞ്ഞാൽ ധൈര്യം നമ്മുടെ ചെസ്റ്റ്. ഇങ്ങനൊരു വഴി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് കയറാനും പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ അതെ ടടേൻ പൊട്ടിപ്പോയ എല്ലാ സീഡ്സും ഇവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലത്തെ എന്തൊട്ടിപ്പോൾ പറയാം, ഇതുപോലത്തെ ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റീവിൽ ചെയ്യണ വീഡിയോസ് വരണമെങ്കിൽ all of you like and subscribe. Bye guys.